നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 10/4/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില. ഇന്നലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അരിച്ചും കുണിച്ചും മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇരിക്കുകയാണ്. 1987 ശേഷം റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് ഇന്നലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി നമുക്ക് വിശദമായ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS ബോർഡിൽ 231, RSS പൈക്കിൽ 227, ISNet 198, ലാറ്റക്സ് 60% DRCയിൽ 158 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS ബോർഡിൽ 231, RSS പൈക്കിൽ 227, ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 220, ലോട്ട് കിലോ 197 രൂപ മുതൽ 202 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ലോട്ടുപാൽ കിലോ 147, 60% DRC ലോട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. ഇനി കർണാടക വില നോക്കുമ്പോൾ കർണാടക വിലയിൽ വില കുത്തനെ ഇടിഞ്ഞു. ഇനി RSS 3 226 50 പൈസ, RSS 5 കിലോ 226, RSS 5 കിലോ 220, ലോട്ട് കിലോ 199, ഒട്ടുപാൽ നോക്കുമ്പോൾ 140. ഇനി ഫീൽഡ് ലാറ്റക്സ് 211 രൂപ, ഫാക്ടറി വില 221 രൂപ. 25% DRCയുള്ള 200 രൂപ 1550, 30% DRCയുള്ള 200 രൂപ 12660, 35% DRCയുള്ള 200 രൂപ 14770 ആണ്. ഈ കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS ബ്ലോക്കിൽ 222 രൂപ, RSS പൈക്കിൽ 219, ISNet 190 50 പൈസ മുതൽ 195 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 128 മുതൽ 143 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. മഴ പെയ്തതിന് ശേഷം ഭൂമി തണുത്തതിന് ശേഷം മാത്രം ശരിയായി ടാപ്പിംഗ് തുടങ്ങുവാൻ. മറ്റു ചിലരാകട്ടെ മഴ പെയ്യുമ്പോൾ ജൈവവളങ്ങളൊക്കെ ഇടുവാനായിട്ട് വാങ്ങിച്ചു വെച്ചേക്കാണ്. കോഴിവളം, ചില ആൾക്കാർ കോഴിവളം നേരിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ ചൂട് സമയത്ത് വേര് പൊടിയും. ഒരു കാരണവശാലും മഴയില്ലാത്തപ്പോൾ കോഴിവളം ഇടരുത്. ശരിയായ രീതിയിൽ ഭൂമി തണുത്തതിന് ശേഷം നനച്ചും കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ് കോഴിവളം. കോഴിവളം കൊടുക്കുന്നതിലൂടെ നല്ല ആദായം കിട്ടുകയും ചെയ്യും. മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 10,885, ഒരു പവൻ 1,10,80. അതുപോലെ 24 ക്യാരറ്റ് 15,148, ഒരു പവൻ 1,21,184. അതുപോലെ 18 ക്യാരറ്റ് 11,361, ഒരു പവൻ 90,888. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 215 രൂപ, ഒരു പവന് മുകളിൽ 1,720 രൂപയാണ് കുറഞ്ഞത്. ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്റർ 400, കച്ചവലം ഉണങ്ങിയത് 500, കൊപ്ര എടുത്തുപിടി 157, കാഞ്ഞിരക്കുരു 1,880, കാപ്പിക്കുരു 36,500, പൈനാപ്പിൾ പച്ച 28, പഴം 30, ഗ്രാമ്പ് 795, നാടൻ ഗ്രാമ്പ് 918, കയർ ഇഴക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, പിണ്ണാകസ്പലർ 38, റോട്ടറി 41, കുരുമുളക് ഗാർബിളിൽ 714, കൺകാർബിളിൽ 686, പുതിയത് 674, ചേട്ടൻ 680, വയനാടൻ കുരുമുളക് 690, നാടൻ 680, അടയ്ക്ക പുതിയത് 390, അടയ്ക്ക പഴയത് 360, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സൈഡ് 155. ഇന്നലെ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും കൂട്ടി കിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 4 വരെ ഫലപ്രഖ്യാപനം വന്നാൽ ഉടനെ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകുമെന്നാണ് PC വിഷ്ണുനാഥ് പറയുന്നത്. അതേസമയം LDFിൻ്റെ കണക്കൂട്ടൽ പിണറായി വിജയൻ 3ാം വരുമെന്നുള്ള പ്രതീക്ഷയിലും നല്ല പ്രതീക്ഷയോടെയാണ് അവരും. BJP ആണെങ്കിൽ വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലും 5-6 സീറ്റെങ്കിലും പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP പ്രവർത്തകർ. കൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമേണ്ട കിട്ടുന്ന വളരെയധികം നന്ദി.